ഹലോ ഫ്രണ്ട്സ്, യമനീർപൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വക്കീലാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് പറയും, നിങ്ങളായിട്ട് ആ ചെക്കൻ്റെ ഭാവി എന്തിനാ കളയുന്നേ, അതുകൊണ്ട് നിങ്ങൾക്കോ ലാഭമില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാമയും പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്ര നീ സാറ് പറയുന്നത് കേൾക്ക്, എന്തിനാ ആ ചെറുക്കൻ്റെ ഭാവി അങ്ങ് കളയുന്നേന്ന്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ പരാതിയിൽ ഒപ്പിട്ട് തന്ന നിങ്ങൾ ക്യാഷ് തരാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് എത്ര രൂപ തരും ചോദിക്കേ. അപ്പോൾ വക്കീൽ പറയും 50,000 രൂപ തരാന്ന്. അയ്യേ 50,000 രൂപയോ, അത് കിട്ടിയിട്ട് ഞാൻ എന്താക്കാനാ, എങ്കിൽ 1,00,000 രൂപ തന്നേക്കാം. 1,00,000 രൂപയോ, അതൊക്കെ വളരെ കുറഞ്ഞ തുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ശരി നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഭാമയൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ പറയും, എനിക്ക് ഒരു 2,00,000 രൂപ കിട്ടിയാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാന്ന്. ശരി അത് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര സമ്മതിച്ചു എന്നോ എന്നും പറഞ്ഞ് മനസ്സിലിങ്ങനെ പറയാം, കുറച്ചും കൂടി അധികം ചോദിക്കായിരുന്നു, മണ്ടത്തരായിപ്പോയിന്ന്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അപ്പോൾ ആ തുക ഫിക്സ് ആക്കാം, നിങ്ങളെ ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതിയിട്ട് ഒപ്പിട്ട് തന്നേക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരു സംശയമാണ് കേട്ടോ, ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അപ്പോൾ ആ വക്കീൽ ചിരിച്ചുകൊണ്ട് അസിസ്റ്റന്റിനെ നോക്കുമ്പോൾ അസിസ്റ്റന്റ് ഒരു 2,00,000 രൂപ എടുത്തു കൊടുക്കും. അതെടുത്ത് ടേബിളിന്റെ മുകളിൽ അങ്ങ് വെക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് കാണേണ്ടത് തന്നെയാട്ടോ. എന്നിട്ട് പറയും, എനിക്ക് ആ പയ്യൻ ചെയ്തത് ഒന്നും മറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ആ ചെറുക്കൻ്റെ ഭാവിയും പഠിത്തമൊക്കെ മുടങ്ങുമെന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാമ പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണല്ലേ ചന്ദ്രന്, ഭാമ നീ മിണ്ടാതിരിക്കുന്നു പറയണേ. എന്നിട്ട് വക്കീലിനോട് പറയും, അതെ നിങ്ങൾ ആ പേപ്പർ ഇങ്ങതാ, ഞാൻ പരാതി പിൻവലിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് തരാമെന്നേ. അപ്പോൾ വക്കീൽ പറയും, അതെ പോലീസ് സ്റ്റേഷനിലാണ് ചെയ്യേണ്ടത്, നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിയിട്ട് പോവാം, അവിടെ SIക്ക് മുന്നിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് വീണ്ടും സംശയം കേട്ടോ. അപ്പോൾ അവിടെ വെച്ചേ നിങ്ങൾ ഈ ക്യാഷ് എൻ്റെ കയ്യിൽ തരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വക്കീൽ ചിരിച്ചു പോവാണ് കേട്ടോ. അല്ല ഇത് നിങ്ങൾ എടുത്തു വെച്ചോളൂ. എന്നിട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ട് പറയും, അതെ ഞാൻ ഈ ക്യാഷ് വാങ്ങിയത് വീട്ടിലും പുറത്തും ആരും അറിയരുതെന്ന്. അപ്പോൾ വക്കീൽ പറയും, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന്, ഞങ്ങളെ വിശ്വസിക്കാം നിങ്ങൾക്ക്, എങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, നിങ്ങളെ പുറത്തിറങ്ങി നിന്നോ, ഞാൻ ഈ ക്യാഷ് അകത്തെടുത്ത് വെച്ചിട്ട് വരാന്ന്. അത് കേൾക്കുമ്പോഴേ നമ്മുടെ വക്കീൽ ചിരിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങി നിൽക്കുവാണേ. എന്നിട്ട് ഭാമയോട് പറയും, ഈ ക്യാഷ് നീ എടുത്ത് വെക്കണം, ഞാൻ വന്നിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി, ഞാൻ പെട്ടെന്ന് പോയിട്ടേ അവർക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് വരാന്ന്. അങ്ങനെ ഭാമ അതെടുത്തിട്ട് അലമാരിയിൽ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, കുറച്ചും കൂടി കൂട്ടി ചോദിക്കായിരുന്നു എന്ന് പറയുമ്പം ഭാമ വന്നിട്ട് പറയും, അതെ ചന്ദ്രേ നീയല്ലേ പറയാറുള്ളത് രേവതി കാരണം നിനക്ക് ഒരു ഗുണമില്ലാന്ന്, ഇപ്പോൾ അവൾ കാരണമല്ലേ 2,00,000 രൂപ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതാ ചെക്കൻ്റെ ഭാവി സംരക്ഷിച്ചതിന് വക്കീൽ തന്ന ദക്ഷിണയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാമ അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലോട്ട് പോവാണേ.